സ്വാഗതം മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്ന അല്ലെ ഏറ്റവും അവസാനം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാനം ചെറിയൊരു വില്ലനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ ടിപ്പണി എഴുതുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു ടിപ്പണി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ടിപ്പണിക്കുള്ള മാർക്ക് നമ്മൾക്ക് എന്തായാലും ഇനി മിസ്സാവില്ല കേട്ടോ. അപ്പൊ എന്താണ് ഒരു ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഖണ്ഡിക എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശീർഷകം വേണം അല്ലെ. ഒരു ഖണ്ഡിക എഴുതുമ്പോൾ, ഒരു ഉപന്യാസം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ടിപ്പണി എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അതിനൊരു ശീർഷകം കൊടുക്കണം അല്ലെ, ഒരു ഹെഡിങ് കൊടുക്കണം. അതിനുള്ള ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ആമുഖം എഴുതണം. ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലെ. ആരെ കുറിച്ചാണോ എഴുതുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനൊരു ആമുഖം നമ്മൾ എഴുതിയിരിക്കണം. അടുത്ത പോയിന്റ് നോക്കൂ, വിഷയാവതരണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണോ എഴുതേണ്ടത് ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് എവിടെ ഉൾക്കൊള്ളിച്ചിരിക്കണം? നമ്മളുടെ ടിപ്പണിയിലകത്ത് ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഉപസംഹാര അല്ലെ, നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു ടിപ്പണി എഴുതാനായിട്ട്. അപ്പൊ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹെഡിങ് ഉണ്ടായിരിക്കണം, ശീർഷകം ഉണ്ടായിരിക്കണം, അതിന് ആമുഖം ഉണ്ടായിരിക്കണം, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന വിഷയം ഉണ്ടായിരിക്കണം, നാലാമതായി ഉപസംഹാരവും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കിവിടെ 3 ടിപ്പണികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദിശങ്കരഃ, ആദിശങ്കരനെ കുറിച്ചിട്ട് ടിപ്പണി എഴുതുക. ആദിശങ്കരഃ കാലടിദേശഃ ശിവഗുരു ആര്യാംബാച ഗോവിന്ദഗുരവഃ പ്രസ്ഥാനത്രയം അദ്വൈത ധർമ്മസ്ഥാപകഃ. ഇത്രയും സൂചന നമുക്ക് തന്നിട്ടുണ്ട്, ഇത്രയും ഹിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദിശങ്കരൻ എവിടെയാണ് ജനിച്ചതെന്ന് നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നു. ആദിശങ്കരഃ. അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ആദിശങ്കരഃ എന്ന് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഹെഡിങ് കൊടുക്കാം അല്ലെ, ശീർഷകം കൊടുക്കാം. ആദിശങ്കരഃ എന്ന് തന്നെ നമുക്ക് ശീർഷകം കൊടുക്കാം. അപ്പൊ ആദിശങ്കരാചാര്യരെ കുറിച്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശങ്കരാചാര്യർ എന്ന് തന്നെ ശീർഷകം കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ആദിശങ്കരഃ കാലടി ദേശേ ജനിമലഭത അല്ലെ, അവിടെ ജനിച്ചു. ഇനി എന്താണ്? അദ്ദേഹത്തിന്റെ പിതാവും മാതാവും. അസ്യ പിത ശിവഗുരുഹു അല്ലെ, ശിവഗുരുഹു നമുക്കറിയാം. ഇനി അമ്മയുടെ പേരെന്താണ്? ആര്യാമ്പ. അപ്പൊ അസ്യ പിത ശിവഗുരുഹു ആര്യാമ്പാച ഭവതി. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? ആ സെന്റൻസ് കഴിഞ്ഞു. ഇനി എന്താണ്? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് ഗോവിന്ദ ഗുരവഃ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ഗോവിന്ദ ഗുരവഃ പ്രിയ ശിഷ്യ ഭവതി ശങ്കരാചാര്യ അല്ലെ. ഗോവിന്ദ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? ശങ്കരാചാര്യർ. ഇനി പ്രസ്ഥാനത്രയം അദ്വൈത ധർമ്മസ്ഥാപക. 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പ്രസ്ഥാനത്രയസ്യ കർത്താ ഭവതി ശങ്കരാചാര്യ എന്ന് എഴുതാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്തും കൂടെ എഴുതാം. ഏതാണ് പ്രസ്ഥാനത്രയങ്ങൾ അല്ലെ? ഏതാണ് പ്രസ്ഥാനത്രയങ്ങൾ? ബ്രഹ്മസൂത്രം, പിന്നെ ഏതാണ്? ഉപനിഷത്ത്, മഹാഭാഷ്യം അല്ലെ. ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, മഹാഭാഷ്യം, ഈ 3ഉം കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. അപ്പൊ പ്രസ്ഥാനത്രയം അറിയുമെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് പ്രസ്ഥാനത്രയത്തിന്റെ ആരാണ്? കർത്താ ഭവതി ആദിശങ്കരഃ എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇനി എന്താണ്? അയം അദ്വൈത ധർമ്മസ്ഥാപകഃ അസ്തി. അദ്ദേഹം അദ്വൈത ധർമ്മസ്ഥാപകനും കൂടിയാണ് അല്ലെ. അദ്ദേഹം അദ്വൈത ധർമ്മം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, ഇത്രയായാൽ എന്താണ്? നമ്മളുടെ ശങ്കരാചാര്യരെ കുറിച്ചിട്ടുള്ള ടിപ്പണിയായി. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ച് ലഘു ഉപന്യാസം ലിഖത, ഒരു ചെറിയ ഉപന്യാസം എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. പഞ്ചമഹാകാവ്യാനി എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈറ്റിൽ കൊടുക്കുന്നു അല്ലെ. പഞ്ചമഹാകാവ്യാനി എന്ന് തന്നെ ശീർഷകം കൊടുക്കുന്നു. അങ്ങനെ ശീർഷകം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആമുഖം എഴുതണം അല്ലെ. അപ്പൊ ആമുഖം എഴുതുമ്പോൾ കാവ്യേഷു പഞ്ചമഹാകാവ്യാനി സന്തി അല്ലെ. കാവ്യങ്ങളിൽ 5 മഹാകാവ്യങ്ങളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 5 മഹാകാവ്യങ്ങളുടെ പേര് കൂടെ നമ്മൾ എഴുതും അല്ലെ. നമുക്ക് എന്തായാലും 5 മഹാകാവ്യങ്ങളുടെ പേര് പഠിക്കാനുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. രഘുവംശം, കുമാരസംഭവം, കിരാതാർജുനീയം, പിന്നെ ഏതാണ്? ശിശുപാലവധം, നൈഷധീയ ചരിതം. ഈ 5 മഹാകാവ്യങ്ങളുടെയും പേരുകൾ എഴുതുക. അതിനുശേഷം എന്ത് എഴുതുക? പ്രസിദ്ധാഹ കവയഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 5ന്റെയും ആരാണ്? കവികൾ ആരാണെന്ന് എഴുതണം. 5 പേരുണ്ടോ? ഇല്ല അല്ലെ. 4 പേരുള്ളൂ. കാരണം ആദ്യത്തെ 2 മഹാകാവ്യങ്ങളും എഴുതിയത് ഒരാൾ തന്നെയാണ് അല്ലെ. ആരാണ് ആ ഒരാള്? കാളിദാസനാണ്. അപ്പൊ കാളിദാസൻ എഴുതിയതാണ് രഘുവംശം, കുമാരസംഭവം. പിന്നെ ഏതാണുള്ളത്? ഭാരവിയുടെ കിരാതാർജുനീയം. അപ്പൊ കിരാതാർജുനീയസ്യ കർത്ത ഭാരവിഹി ഭവതി. ഇനി അടുത്തത് എന്ത് എഴുതാം? ശിശുപാലവധസ്യ കർത്ത മാഖഃ ഭവതി. അല്ലെങ്കിൽ നേരെ നമുക്ക് തിരിച്ചു എഴുതാം അല്ലെ. മാഖേന വിരചിതം മഹാകാവ്യമസ്തി ശിശുപാലവധം. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ശ്രീഹർഷേണ വിരചിതം മഹാകാവ്യം ഭവതി നൈഷധീയ ചരിതം.
ഇനി എന്താണ്? ഉപസംഹരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ പഞ്ചമഹാകാവ്യങ്ങളും ആദിപ്രശസ്താഹ ഭവന്തി എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഈ 5 മഹാകാവ്യങ്ങളും വളരെ പ്രസിദ്ധമാണ് എന്നും കൂടെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഉപസംഹരിക്കുന്നു. ഇത്തരത്തിലാണ് ഇനി വൃക്ഷായുർവേദവും എഴുതേണ്ടത് കേട്ടോ. ആമുഖം കൊടുക്കുന്നു, വൃക്ഷങ്ങളുടെ സസ്യഭേദങ്ങൾ പറയുന്നു, അവയുടെ സവിശേഷതകൾ പറയുന്നു. 4 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് അല്ലെ. 4 തരത്തിലുള്ള സസ്യഭേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വൃക്ഷം, പിന്നെ വനസ്പതി, പിന്നെ ഏതാണ്? വീരുത്, ഏറ്റവും അവസാനം ഓഷധി. ഇത് 4 എഴുതുന്നു. 4ന്റെയും ഏതെങ്കിലും ഉദാഹരണമുള്ള സസ്യങ്ങളുടെ പേര് എഴുതുന്നു. നമ്മൾ അതിനെ അവസാനിപ്പിച്ച് ഉപസംഹരിച്ച് ഒരു ടിപ്പണിയാക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? ടിപ്പണിക്ക് 5 മാർക്കാണ് ഉള്ളത്. ആ 5 മാർക്കിനുള്ളത് ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം. ഓക്കെ.